എനിക്ക് ടമ്മിയില്ല. റേസ് നടത്താൻ പോവാണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. സാന്ദ്ര ചേച്ചിയുടെ ഏറ്റവും റൊമാൻറ്റിക് സൈഡ് എങ്ങനെയാ ചേട്ടാ? അയ്യോ ഒട്ടും റൊമാൻറ്റിക് അല്ല. എന്റെ ആ സംസാരത്തിൽ ഒരു എളിമത്തോ എന്താ പറയുന്ന അതില്ലാത്ത പോലെ ഫീൽ ചെയ്യും. അതൊക്കെ ചുമ്മാ ഒരു ഡേറ്റ് നൈറ്റിന് കൊണ്ടുപോകണം അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ആഗ്രഹം എന്താന്ന് പോലും അറിയാം. ചേച്ചി ഫാഷനും ട്രെൻഡ്സും ഒക്കെ കറക്റ്റ് ആയിട്ട് ഫാഷനോ? അയ്യോ കൂതറ ഫാഷൻ സെൻസാ. ഈയിടെ ഏതോ ഒരു ചെരുപ്പ് എടുത്തപ്പോ ഇത്ര കട്ടപ്പുറത്ത് നിൽക്കുന്ന പോലെ ആ ക്യാമറ എടുത്തോണ്ട് വരികയാണെങ്കിൽ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം അവിടെ ഹീൽസിന്റെ. മമ്മി എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ കുട്ടികളൊന്നും വലിയ താല്പര്യമില്ല കുട്ടികൾ വരുമ്പോഴേ. വിൽസൺ ചേട്ടനോട് അഭിനയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ തോന്നിയിട്ടുണ്ട്. കേട്ടോ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടോ? എന്നോട് പറഞ്ഞിട്ടുണ്ട് ഭരിക്കാനേ താല്പര്യമുള്ളൂ, ഭരിക്കപ്പെടാൻ താല്പര്യമില്ല. പപ്പ എന്നെ അടുത്ത് പറഞ്ഞു വേണ്ട ഇനി സിനിമ എടുക്കണ്ട, ഇത്രയും ടെൻഷൻ എടുക്കണ്ട. എന്നിട്ടും അച്ഛനൊരു കുലുക്കമില്ല. എന്നിട്ട് അവിടെ പോയി ചായ കുടിക്കുന്നേ മാത്രമേ. അതെന്താന്ന് വെച്ചാൽ ഓസിഡിയാ. ചെറുതായിട്ടുണ്ട്, ചെറുതായിട്ടല്ല വലുതായിട്ടുണ്ട്. ഒരു കുഷ്യൻ ആണെങ്കിൽ ഇങ്ങനെ 4 മൂല ഇങ്ങനെ കൂർത്തിരിക്കണം. വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇരിക്കാൻ സ്വാതന്ത്ര്യമില്ല, അനങ്ങാൻ സ്വാതന്ത്ര്യമില്ല. എന്ന് വെച്ചാൽ ഞാൻ തല ക്ലിപ്പ് ഇടാൻ പാടില്ല. അച്ഛനത് കൊണ്ടുപോയി രാത്രി 2 മണിക്കൊക്കെ കയറി വന്നിട്ട് നേരെ വന്ന ഉടനെ ഇവിടെ വന്ന് നോക്കി എല്ലാം റെഡിയാക്കി വെച്ചാലും ഒരു 1.5 മണിക്കൂറത്തെ പണി അച്ഛന് വേറെ ഉണ്ട്. പിന്നെ ഒരച്ചരച്ചരച്ചരച്ച് ഞങ്ങൾ ഈ മോളിൽ നിന്ന് ഇങ്ങനെ അത്യാവശ്യം കണ്ടന്റ് ആയില്ലേ? മികച്ച വിദ്യാഭ്യാസം നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ടീച്ചിങ് കാർഡ്. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. എന്റെ കൂടെ ഇരിക്കുന്ന 2 കുട്ടിക്കുറുമ്പികളെ കണ്ടാൽ അറിയാം ഞാൻ എവിടെയാണുള്ളതെന്ന്. സാന്ദ്ര ചേച്ചിയുടെ വിൽസൺ ചേട്ടന്റെ അടുത്താണ്. 2 പേരും നമ്മുടെ കൂടെ ഉണ്ട്. ലെറ്റ് മീ വെൽക്കം സാന്ദ്ര ചേച്ചി ആൻഡ് വിൽസൺ ചേട്ടൻ. എങ്ങനെയാണ് ഈ ഒരു ശാന്ത സ്വഭാവം ഫുൾ ടൈം കൈവരിക്കുന്നത്? ശാന്ത സ്വഭാവം എന്ന് വെച്ചാൽ ഇവരിങ്ങനെ ആരെങ്കിലും കാണുമ്പോൾ മാത്രമേ ബഹളമുള്ളൂ. അല്ലെങ്കിൽ കണ്ടെങ്കിലുള്ള എക്സൈറ്റ്മെന്റ് ആയത്. അല്ലെങ്കിൽ അവർ അവരുടെ കാര്യം നോക്കി അവര് കളിക്കുക എന്നുള്ളതല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇങ്ങനെ 2 ആൾക്കാർ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ചേട്ടന്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്? ചേട്ടൻ പറഞ്ഞ ക്ഷമ സത്യത്തിൽ ഉണ്ടോ ചേച്ചി? ഇല്ലല്ലേ? ക്ഷമയില്ല. ഇവര് കുറച്ചൊക്കെ വഴക്കാകുമ്പോഴേക്കും പക്ഷെ എനിക്ക് പരിസരബോധം ഒന്നുമില്ല. ആരാ എവിടെയാ എങ്ങനെയാന്ന് നോക്കൂല. അപ്പോഴേക്കും അങ്ങ് ദേഷ്യപ്പെടും. അപ്പൊ പക്ഷെ പുറത്തുനിന്നുള്ളവർ കാണുമ്പോ അയ്യോ കൊച്ചിന്റെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നല്ലോ എന്നൊക്കെ വിചാരിക്കും. അപ്പൊ ഞാൻ പറയും മിണ്ടായി അടങ്ങിയിരിക്കും. അവര് വേറൊരാൾ അങ്ങനെയല്ല കാണുന്നേ. അപ്പൊ ഇവര് കാണിച്ച കുരുത്തക്കേടൊന്നും അവര് കാണുന്നില്ല. അവര് കാണുന്നത് അപ്പം ഇപ്പൊ നമ്മൾ റിയാക്ട് ചെയ്തില്ലെങ്കിലും മറ്റുള്ളവർ വിചാരിക്കുക ആ പിള്ളേർ കുരുത്തക്കേട് കാണിച്ചുകൊണ്ട് നടക്കുന്നു, പേരൻസ് അത് എൻജോയ് ചെയ്ത് നടക്കുന്നു, അവരൊന്നും അതിനെ കൺട്രോൾ ചെയ്യുന്നില്ലല്ലോ എന്ന് അവരും ആലോചിക്കും. അപ്പൊ അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിൽ കയറി ചൂടാവും, ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഞാൻ പറയും പരിസര ബോധം വേണം, ചൂടാവരുത്. അത് ഇവരെ മാറ്റി നിർത്തി പറഞ്ഞു കൊടുക്കണം. പറഞ്ഞാൽ മനസ്സിലാവുകയും ചെയ്യും. പറഞ്ഞല്ല എല്ലാം അറിഞ്ഞോണ്ട് തന്നെ ചെയ്യുന്നതാ. ചേച്ചിയുടെ ജീവിതത്തിൽ എന്ത് മാറ്റം ചേച്ചി ഇവര് വന്നതോടുകൂടി ഉണ്ടായത്? ഞാൻ എൻ്റെ ഭയങ്കര മാറ്റം, എൻ്റെ സ്വഭാവത്തിൽ ഭയങ്കര മാറ്റം വന്നു. ഞാൻ ഭയങ്കര കമ്പാഷനേറ്റ് ആയി. എവിടെ കുട്ടികളെ കണ്ടാലും അല്ലെ അവരുടെ ഒരു കരച്ചിൽ കേട്ടാലും ഒക്കെ ഇപ്പൊ നോക്കാനും ശ്രദ്ധിക്കാനും ഒക്കെ തുടങ്ങി. പണ്ട് അതൊക്കെ ലീസ് ബോധേഡ് ആയിരുന്നു ഞാൻ. അങ്ങനെയൊക്കെ പിള്ളേരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത്ര വലിയ മൈൻഡ് ഇല്ല. അത് പിള്ളേര് അവര് വളർന്നോളും എന്നുള്ളൊരു ഇതിലായിരുന്നു. നമ്മുടെ ഒരു ഏരിയ അല്ലായിരുന്നു. ഞാൻ സിനിമ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നു, അടുത്ത സിനിമ അതെന്നൊക്കെ പറയുന്നു. അപ്പൊ പിള്ളേരെയൊക്കെ കണ്ട് ഇപ്പം വീണ ഭയങ്കരമായിട്ട് ജെല്ലാവുന്നില്ല കുട്ടികളായിട്ട്. ഞാൻ അങ്ങനെ ഒന്നുമില്ല. ഞാൻ അങ്ങനെ ഒന്നും എടുക്കാൻ പോലോ അല്ലെങ്കിൽ പിള്ളേരായിട്ട് കളിക്കാൻ പോലോ ഒന്നുമില്ല. എനിക്കത് എന്തോ ഒരു മടി എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യമൊക്കെ അവിടെ ഹസ്ബൻഡിന് മമ്മി എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ കുട്ടികളൊന്നും വലിയ താല്പര്യമില്ല വീട്ടിലൊക്കെ കുട്ടികൾ വരുമ്പോഴേ. അപ്പം ഞാൻ പറഞ്ഞല്ല താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ല, എനിക്കിത് എങ്ങനെ മാനേജ് ചെയ്യണം എന്നറിയില്ല. ഇവരെ എടുത്ത് എങ്ങനെ കൊഞ്ചിക്കണം എന്നറിയില്ല, എങ്ങനെ കളിപ്പിക്കണം എന്നറിയില്ല. ഇതൊന്നും എനിക്ക് അറിയില്ല, ഇപ്പോഴും അറിയില്ല. ഇപ്പോഴും എനിക്ക് എന്റെ പിള്ളേരെ നോക്കാൻ അറിയാമെന്ന് വെച്ചാൽ വേറെ കുട്ടികളൊക്കെ വരൂലേ, വേറെ പേരൻസ് വേറെ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോ ആ കുട്ടികളെ എടുക്കാനോ അവരെ കളിപ്പിക്കാനോ ഒന്നും എനിക്ക് അറിയത്തില്ല. എനിക്ക് എന്റെ പിള്ളേരെ മാനേജ് ചെയ്യാൻ എനിക്കറിയാം. അല്ലേ? ഞാൻ കൊറേയൊക്കെ പറഞ്ഞു ശരിയല്ലേ ചേട്ടാ?
കുറെയൊക്കെ അല്ല ഞാൻ ചോദിക്കുന്നത് നമ്മുടെ പിള്ളേരെ ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ട്. ഈ ചേട്ടന് ജീവിതത്തിൽ പണ്ട് തൊട്ടേ കുട്ടികളോടൊക്കെ ഭയങ്കര സ്നേഹവും ഇഷ്ടമൊക്കെ ഉള്ള ഒരാളാണ്. കുറെയൊക്കെ അങ്ങനെ ഇഷ്ടം. എന്റെ അപ്പുറവശം അങ്ങനെ അങ്ങനെ കൂടുതൽ അങ്ങനെ പിള്ളേരുടെ അടുത്തൊന്നും അങ്ങനെ അടുക്കാറില്ല. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഏതാണ്ട് ഒരേ സ്വഭാവം തോന്നുന്നു അല്ലേ? അച്ഛൻ ഇങ്ങനെ എന്നാ കൂട്ടുണ്ട്, സംസാരിക്കും, അതൊക്കെ ഉണ്ട്. ഞാൻ അത്രയും കൂടി ഉണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെ ഓവറായിട്ട് കുട്ടികളെ കളിപ്പിക്കുക, എടുക്കുക, അങ്ങനത്തെ ഒന്നും ഞാൻ അശ്വനിലും കണ്ടിട്ടില്ല. ഉണ്ടോ അങ്ങനെ? ഇല്ല. വേറെ പിള്ളേരൊന്നും എടുത്തോണ്ട് നടക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ ഒരു 3 വർഷം മുൻപേ ആ ഇന്റർവ്യൂല് അന്ന് പറഞ്ഞിരുന്നു ഇവരൊക്കെ വലുതാകുമ്പോഴത്തേക്ക് ഇവരെ ബോർഡിങ്ങിൽ ചേർക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചൊക്കെ നിങ്ങൾ രണ്ടുപേരും ഘോരം പ്രസംഗിച്ചായിരുന്നു. അതിൽ എത്രത്തോളം മാറ്റം വന്നു? നല്ല സ്കൂളിൽ വിടണം. അത് ആ സ്കൂള് എന്ന് പറയുന്നത് ഇവരെ പഠിപ്പിക്കൽ മാത്രമുള്ള ഒരു സ്കൂളിലേക്ക് വിടരുത് എന്ന് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അതായത് വീട്ടിലേക്ക് വരിക, ഹോംവർക്ക് ചെയ്യുക, ട്യൂഷന് പോവുക, പരിപാടി ഒന്നും നമുക്ക് താല്പര്യമില്ല. അല്ല, ഇവരെ റെസിഡൻഷ്യൽ സ്കൂളിൽ നിർത്തുന്നതിനെ കുറിച്ച് ചേച്ചിയുടെ അഭിപ്രായം എന്താണ്? അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഒട്ടും അഭിപ്രായമില്ല. കാര്യം ഞങ്ങൾ രണ്ടുപേരും ബോർഡിംഗ് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പൊ എനിക്ക് ഇപ്പോഴും തൃശ്ശൂർ വഴിയൊക്കെ പാസ് ചെയ്ത് പോകുമ്പോൾ ഭയങ്കര ട്രോമയാണ് അവിടുത്തെ ജനലൊക്കെ കാണുമ്പോൾ. സ്കൂളിന്റെ ജനല്. കാര്യം ആ ജനലെ പിടിച്ചു വരുന്ന പപ്പയും മമ്മിയും നോക്കി നിന്ന് വിഷമിച്ച് ഇന്ന് വരുമോ നോക്കി നിന്നേക്കുന്ന സമയങ്ങളാണ്. അപ്പൊ ഇപ്പോഴും അതിലെ പാസ് ചെയ്ത് പോകുമ്പോൾ ആ ജനല് കാണുമ്പോൾ ഭയങ്കര ഒരു ഹാർട്ട് ബീറ്റ് കൂടും. അപ്പൊ അതെന്റെ പിള്ളേരെ എനിക്കറിയാം ഞാൻ എന്തിൽ കൂടെ ആ സമയത്ത് കടന്നു പോയെന്നുള്ളത്. അപ്പൊ പപ്പയും ഇപ്പൊ ഒരാഴ്ച വരും എന്ന് പറഞ്ഞിട്ട് ആ ആഴ്ച വന്നില്ലെങ്കിൽ തകർന്നു പോകും. ഡ്രസ്സൊക്കെ ഇട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. സോക്സും ഒക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ഇട്ട് വെയിറ്റ് ചെയ്ത് 3:30 ക്ലാസ് കഴിഞ്ഞ് ഓടി വന്നു കഴിഞ്ഞാൽ വേഗം കുളിച്ച് ഡ്രസ്സ് മാറി അന്ന് വീട്ടിൽ പോകാനായിട്ട് പപ്പ വരും എന്നുള്ള ഇതിലാ. അപ്പൊ ഒരു 7:30 ഒക്കെ ആയപ്പോഴേക്കും ഡ്രസ്സ് തിരിച്ചു മാറി. അത് ഇനി വരത്തില്ല, രാത്രിയായില്ലേ, അപ്പൊ ഇനി വരത്തില്ല അങ്ങനെ ഡ്രസ്സൊക്കെ മാറി സ്റ്റഡി റൂമിൽ പോയി ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് പപ്പ വന്നിട്ട് സിസ്റ്റർമാർ പറഞ്ഞു കൊടുക്കാറ് ഈ ആഴ്ച കാറ്റീസത്തിന്റെ എക്സാം ഉണ്ട്, അപ്പൊ അതുകൊണ്ട് അത് മുടങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് സിസ്റ്റേഴ്സ് പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ആ വിഷമം ഉണ്ടല്ലോ, എന്ത് വിഷമമായിരുന്നു അറിയാം. കരച്ചിലായിരുന്നു. വീട്ടിൽ പോകാൻ ആഗ്രഹിച്ചിരുന്നിട്ട് പപ്പ വരികയും ചെയ്തു, എന്നിട്ട് പോവാനും പറ്റിയില്ല. അങ്ങനെയൊക്കെ ഉള്ള എനിക്ക് അതൊക്കെ ഭയങ്കര ട്രോമകളായിരിക്കും. അപ്പോ അത് ഇവരെ അങ്ങനെയുള്ള കാര്യത്തിലൂടെ കടത്തി വിടണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല. ഞങ്ങൾക്ക് ഇവരെ മാത്രമല്ല, ബോർഡിങ്ങിൽ നിൽക്കുന്നതിനേക്കാൾ ഇപ്പൊ ഒരു 10-12 വർഷമല്ലേ ഞങ്ങളുടെ കൂടെ ഇവർ നിൽക്കാൻ പോകുന്നുള്ളൂ. അവരുടെ കൂടെ നിൽക്കുന്നതാണ് ഞങ്ങളുടെ ഹാപ്പിനെസ്. അത് ഞങ്ങൾ തന്നെ ഇല്ലാണ്ടാക്കുന്നത്. സത്യം. ചേട്ടനും ഇതുപോലുള്ള ഭയങ്കര ട്രോമാറ്റിക്? ഇല്ല, ബോർഡിംഗ് വാസ് ഫൺ. അതെ, എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള 2 ഒപ്പീനിയൻസ്. എനിക്ക് ബോർഡിംഗ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അല്ല, ഒരു കാലത്ത് ഈ ഇവിടെ എന്താ നടക്കുന്നത്, തങ്കത്തിന്റെ ഗുൽസിന്റെ ഒക്കെ ലൈഫ് ഫുൾ നമുക്ക് ലൈവായിട്ട് അറിയായിരുന്നു. ഇവർ വളരുന്നതൊക്കെ ഞങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വൺ ഫൈൻ മോർണിംഗ് ചേച്ചി തീരുമാനിച്ചു ഇനി യൂട്യൂബ് ചെയ്യുന്നില്ല, ഇനി ഫേസ്ബുക്കിലേക്ക് ഇവരുടെ കാര്യങ്ങൾ പറയുന്നില്ല എന്ന്. അതെന്താ അങ്ങനെ സംഭവിച്ചത്? ഓ, വീഡിയോ എടുക്കാറുണ്ടല്ലേ? ഓക്കെ. കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തില്ല. പിന്നെ ഇവര് വളരും തോറും ഇത് കണ്ടില്ലേ, ഇപ്പൊ പറയുന്നതിന് ഒരു ലൈസൻസ് ഇല്ല. അവർ കാണുന്നതും കേൾക്കുന്നതും എല്ലാം പലയിടത്തും പരീക്ഷിക്കാനായിട്ട് ശ്രമിക്കും. അപ്പം ഈ ഇതിലൂടെ ഞാൻ അങ്ങനെ വലിയ എഡിറ്റ് ഒന്നും ചെയ്യാതെ എല്ലാ സാധനവും ഇടുന്നത്. അപ്പൊ അത് തന്നെ അതിന്റെ ആ റോ സ്വഭാവം തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നത്. ഞാൻ ഓർത്തു ഇവരുടെ ലൈഫ് ഒരുപാട് അങ്ങ് എക്സ്പോസ്ഡ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാല് അത് അവരുടെ ലൈഫിനെയും ബാധിക്കും. അത് വേണ്ട. അവരിപ്പം വളരുന്ന സമയത്ത് അവർ പലതും കണ്ടും കേട്ടും ഒക്കെ വളരട്ടെ. അപ്പൊ ആളുകൾ ഇവര് ജഡ്ജ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പം വീണ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ ലൈഫ് ഭയങ്കരമായിട്ട് ഭയങ്കര ഓപ്പൺ ആയിരുന്നു. എവിടെ ചെന്നാലും അടുത്ത വർഷം ഊട്ടി ചേർക്കുവാണ് അല്ലേ, കഴിഞ്ഞ ആഴ്ച ബാംഗ്ലൂർ പോയായിരുന്നു അല്ലേ, എന്നിട്ട് 2 ദിവസം മുമ്പ് ഹയത്തിന്നായിരുന്നോ കഴിച്ചത് ചോദിക്കുമ്പോ ഓക്കെ. അപ്പം ഒക്കെ നമ്മൾ ഇട്ട വീഡിയോ ആണ്. പക്ഷെ എന്നാൽ പോലും നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ആഴ്ച അവര് മറ്റൊരു വീട്ടിൽ വന്ന് പോയായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കുമ്പോഴേ ഭയങ്കരമായി നമ്മുടെ ലൈഫ് അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ എക്സ്പോസ്ഡ് ആവുകയാണെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പം ഓക്കെ വേണ്ട, അവിടെ പൈസ അല്ല ഇമ്പോർട്ടന്റ്, അവിടെ നമ്മുടെ പ്രൈവസിയാണ്. പ്രത്യേകിച്ച് പിള്ളേരുടെ. അപ്പൊ അത്രയും നാളും അശ്വൻ വേണ്ട ഭയങ്കര എതിർപ്പാ. ഞാൻ ക്യാമറ കൊണ്ട് വരുമ്പോ തന്നെ തുടങ്ങി
ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ ഡയലോഗ് ഇല്ലേ പ്രൈവസി, അത് അന്നോട്ട് ഞാൻ പറയും. ഇത് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ പറയായിരുന്നു പ്രൈവസി, നമ്മുടെ പ്രൈവസി പോവും. അതിപ്പോ ഇപ്പഴാ അവള് മനസ്സിലാക്കിയത്, ഞാൻ തന്നെ മനസ്സിലാക്കി. മൂത്തവർ ചെല്ലും മുതുനെല്ലിക്ക, ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. പക്ഷെ അപ്പൊ ഞാൻ നിർത്തിയെന്ന് പറഞ്ഞ പക്ഷെ ചോദിച്ചാൽ എന്തിനാ നിർത്തിയ? ഓ അത് ശരി, അതുകൊണ്ടാ അത് അപ്പൊ ഞാൻ അപ്പൊ അങ്ങനെ പറഞ്ഞല്ലോ നിർത്തിയെന്ന്. ഞാൻ പറഞ്ഞ നന്നായെന്നാ പറഞ്ഞത്, പിള്ളേരായാലും നന്നായെന്നാ പറഞ്ഞത്, നിർത്തിയത് നന്നായെന്നാ പറഞ്ഞത്. എന്തിനാ നിർത്തിയാൻ ചോദിച്ചു. അത് എല്ലാരും ചോദിച്ചു. പെട്ടെന്ന് ഒരു വൺ ടൈം മോർണിംഗ് ഞാൻ അത് ഞാൻ അവളോട് സർക്കാസ്റ്റിക്കലി ചോദിച്ചു എന്തിനാ നിർത്തിയത്. അവളെ മനസ്സിലായില്ല. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം ഞാൻ തുടക്കത്തിലേ പറയണമെന്ന് വിചാരിച്ചിരുന്ന വിട്ടുപോയൊരു കാര്യം. അതായത് ഒരു യൂട്യൂബിലെ ഒരാൾ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വന്നോട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പൊതുവെ എല്ലാ ആർട്ടിസ്റ്റുകളും അയ്യോ വരണ്ടാട്ടോ, എനിക്കൊന്നും കൂടുതലായിട്ട് പറയാനില്ല, ഇങ്ങോട്ട് വരിക വേണ്ട, നമുക്ക് ആ സിനിമ ഇറങ്ങുമ്പോൾ ആലോചിക്കുക, ഈ സിനിമ ഇറങ്ങുമ്പോൾ ആലോചിക്കുക എന്ന് പറയും. പക്ഷെ ചേച്ചി എപ്പോഴും ഭയങ്കര വാം വെൽക്കം ആണ്. പിന്നെന്താ നമുക്ക് തിങ്കളാഴ്ച എടുക്കാം, വേണ്ടേ ചൊവ്വാഴ്ച എടുക്കാം, എന്ത് വേണമല്ലോ ചെയ്യാം, ഇങ്ങനെ ഭയങ്കരമായിട്ട്. അതിപ്പോ എന്നോടൊന്നല്ല, എനിക്ക് തോന്നുന്നു എനിക്ക് അറിയുന്ന എല്ലാ ആൾക്കാരോടും അങ്ങനെ എന്നെ ചേച്ചി ഒരു വെൽക്കം ചെയ്തിട്ടുള്ളത്. അത് ചേച്ചിയുടെ മാത്രം പ്രത്യേകതയായിട്ട് ചേച്ചിക്ക് തോന്നാറുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ കാരണം എന്താണ്? ഞാനിപ്പോ അഭിനയിക്കുന്ന ഒന്നും ഇല്ലല്ലോ. അപ്പം നമ്മുടെ ഫേസ് ആളുകള് മറക്കാതെ നിർത്തുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പം എനിക്ക് എന്റേതായ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുക, എനിക്കൊരു മൈക്ക് കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. കാര്യം വേറെ ഒരു പ്രൊഡ്യൂസേഴ്സിനും കിട്ടാത്തൊരു പ്രിവിലേജ് ആണ് എനിക്ക് കിട്ടുന്നത്. ഞാനിപ്പോ ഒരു പ്രൊഡ്യൂസറായി മാത്രം നിൽക്കുന്നത്, ഞാൻ ആക്ടർ അല്ല ഇപ്പോ. അപ്പം എനിക്ക് പല കാര്യങ്ങളും പറയേണ്ട സിറ്റുവേഷൻസ് വരാം. ആ സമയത്ത് ഞാനൊന്ന് വിളിച്ചു എനിക്കൊന്ന് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ ഏത് മീഡിയം വരും. അപ്പൊ അതിനുള്ളൊരു സ്പേസ് ഞാൻ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടും കൂടെ ആയിരിക്കാം ഈ മെയിൻ സ്ട്രീം മീഡിയക്ക് എല്ലാം ഇന്റർവ്യൂ കൊടുക്കുന്നത്. പിന്നെ തീരെ ഇപ്പൊ തുടക്ക സമയത്തിലുള്ള ചാനലുകളില് വളരെ തുടക്കത്തിലുള്ള ജസ്റ്റ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അധികം നാളാവാത്ത അങ്ങനെയുള്ള, ഞാനിപ്പോ യൂട്യൂബ് ചെയ്തിരുന്നപ്പോഴും അങ്ങനെയുള്ള ഈ ഒരുപാട് വീടുകളിൽ ഇരുന്ന് ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെയാണ് ഏറ്റവും കൂടുതൽ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്തിരുന്നത്. ശരിയാണ്, ഞാൻ ശ്രദ്ധിച്ചു. പ്രൊമോട്ട് ചെയ്തത്. ഞാൻ വലിയ വലിയ ബ്രാൻഡ്സ് ഒന്നും വന്നിട്ട് ഒന്നും എടുത്തിട്ടില്ല. കാര്യം നമുക്ക് പൈസയല്ല അവിടെ ആവശ്യം. നമുക്ക് വേണ്ടത് നമ്മളെ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോഴൊക്കെ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നമുക്ക് മാക്സിമം അതിൽ കിട്ടുന്ന ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ വേറെ ഒന്നിലും കിട്ടില്ല. വേറൊരാളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മൾ എത്ര പൈസ ഉണ്ടാക്കിയാലും നമുക്ക് എത്ര ഫെയിം ഉണ്ടായാലും കിട്ടത്തില്ല. അപ്പൊ അത് എന്റെ പിള്ളേർ കാണുന്നത് ഞാൻ ഒരാളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ. അതേ അവര് ഫോളോ ചെയ്യുള്ളൂ. ഞാൻ പറയുന്നതല്ല അവര് ഫോളോ ചെയ്യുക, ഞാൻ ചെയ്യുന്നതാ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ചേച്ചിക്ക് അഭിനയം എപ്പോഴെങ്കിലും ഒക്കെ മിസ് ചെയ്യാറുണ്ടോ? കാരണം ഈ പ്രൊഡക്ഷൻ ഇടയിൽ ഇല്ലേ? എനിക്ക് അഭിനയത്തിനോട് താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് കൂടെ നിൽക്കുന്നവരും ഞാൻ എന്തോ കുറച്ചുകൂടെ പ്രൈവസി ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാളാ. കുറച്ചുകൂടെ ഇങ്ങനെയൊക്കെ എനിക്ക് അങ്ങനെ ഓവർ എക്സ്പോസ്ഡ് ആവാനും പിന്നെ അതിന്റെ അല്ല ഭരിക്കാനേ താല്പര്യമുള്ളൂ, ഭരിക്കപ്പെടാൻ താല്പര്യമില്ല. അഭിനയിക്കാൻ പോയി നിൽക്കുമ്പം അങ്ങനെ ചെയ്യും, ഇവിടെ നിൽക്ക്, ഇങ്ങനെ പറ, ഡയലോഗ് തെറ്റിയ പ്രശ്നം, അത് ഇത് ഈ ടെൻഷൻ ഒന്നും എടുക്കണ്ടല്ലോ. പ്രൊഡ്യൂസർ ആണെങ്കിൽ നമുക്ക് ഒരു ടെൻഷനും ഇല്ലാതിരിക്കാലോ. ഏറ്റവും കൂടുതൽ ടെൻഷനുള്ള പ്രൊഡ്യൂസ് ചെയ്യണം. അല്ല അത് വേറെ ടെൻഷൻ. പ്രൊഡക്ഷൻ ടെൻഷൻ. അതെ, പ്രൊഡക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ. പക്ഷെ ചില്ല് ചെയ്തിരിക്കാലോ എന്നാണ് ചേച്ചി പറയുന്നത്. ഒരു വിരോധാഭാസം ഉണ്ടല്ലോ ഇതിനകത്ത്. ഇക്കാലത്ത് നടക്കത്തില്ല ചില്ലിങ് ഒന്നും. ഇങ്ങനെ ഭയങ്കരമായി ടെൻഷൻ അടിക്കുമ്പോ എപ്പോഴെങ്കിലും സാന്ദ്ര ചേച്ചിട്ട് ചോദിച്ചിട്ടുണ്ടോ നിനക്ക് ഇത്ര ടെൻഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ പറയും കൂളായിട്ട് നിൽക്കാൻ പറയും. പക്ഷെ കൂളായിട്ട് നിൽക്കാൻ പറയുന്നില്ല, എന്നാലും സിനിമ നിർത്താൻ പറയല്ല. കഴിഞ്ഞ ദിവസം എന്റെ പിള്ളേർ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ചോദിച്ചു അമ്മ ഇനി സിനിമ ചെയ്യണോ വേണ്ടയോ? അപ്പൊ രണ്ടുപേരും ഒരുപോലെ പറഞ്ഞു വേണ്ട. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ? പറഞ്ഞ അത് ഞങ്ങൾ അമ്മയോട് എന്തെങ്കിലും സംസാരിക്കാൻ വരുമ്പോ അമ്മയ്ക്ക് കോള് വരും, അത് കാരണം അമ്മ ഇനി സിനിമ ചെയ്യണ്ട എന്നുള്ളത് ഇവര് പറഞ്ഞു. ഇവർ ഇത്രയൊക്കെ പറയോ? അപ്പം പിന്നെ എന്നെ പപ്പ എന്നെ അടുത്ത് പറഞ്ഞു വേണ്ട ഇനി സിനിമ എടുക്കണ്ട, ഇത്രയും ടെൻഷൻ എടുക്കണ്ട എന്ന് പറഞ്ഞു. എന്നിട്ടും അച്ഛനൊരു കുലുക്കമില്ല. ഇപ്പൊ ചേച്ചി തന്നെ പറഞ്ഞു ലിറ്റിൽ ഹാർട്ട്സ് 72 ദിവസം ഇങ്ങനെ ഷൂട്ട് നീണ്ടുപോയെന്നൊക്കെ. ഇങ്ങനെ വരുമ്പോ ചേച്ചിയുടെ ടെൻഷനുകൾ ചേട്ടൻ എങ്ങനെ കൺട്രോൾ ചെയ്യും? അത് ചേട്ടൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ? ഇല്ല, അതിപ്പോ ടെൻഷൻ ഇപ്പൊ കൊറേയൊക്കെ നമ്മള് സ്വയം
കൺട്രോൾ ചെയ്യാൻ നോക്കും. പിന്നെ ചില സമയത്തൊക്കെ നമ്മുടെ കൈവിട്ടു പോകും. കൺട്രോൾ ചെയ്യുന്ന അച്ഛൻ ബേസിക്കലി എനിക്ക് കുറച്ച് സ്പേസ് തരും. അതായത് ഞാൻ ഒന്ന് റിലാക്സ്, ഞാൻ കുറച്ച് റൊമാൻറ്റിക് മൂവീസ് ഒക്കെ കാണുമ്പോൾ ഞാനൊന്ന് കൂളാവും അല്ല സത്യത്തിൽ അവിടെ സമയത്ത് ഞാൻ വേറെ ഒന്നിനെ കുറിച്ച് ആലോചിക്കില്ല. അപ്പൊ അതിനകത്താ ഇത് കഴിയുമ്പോ അടുത്തതിടും, അത് കഴിയുമ്പോ അടുത്തതിടും, എന്നിട്ട് ഇങ്ങനെ അത് തന്നെ കണ്ടുകൊണ്ടിരിപ്പോ. ഞാൻ കുറച്ച് ഒരു 10 ദിവസം കഴിഞ്ഞപ്പം ഞാൻ ഡിപ്രഷനിലേക്കാണോ ഈ പോകുന്നേ എന്നുള്ളൊരു റിയലൈസേഷൻ എനിക്ക് വന്നു. ഇതിങ്ങനെ ബാക്ക് ടു ബാക്ക് സിനിമ കാണേ എന്നാ അച്ഛനൊന്നും പറയണ്ട, ഒന്ന് നിർത്താൻ അതുമില്ല. അവ വിചാരിക്കണ എന്താണെന്നറിയോ, അത്രയും നേരം എൻഗേജ് ശല്യം. അങ്ങനെ ഓക്കെ അവിടെ എത്തിയപ്പോ ഓക്കെ എനിക്ക് ആ ഇത് അടിച്ചപ്പോ ഞാൻ ഓക്കെ നിർത്തിയിട്ട് ഓക്കെ പിന്നെ കാര്യം എനിക്ക് അവിടുന്ന് ബൗൺസ് ബാക്ക് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. ഞാൻ ഡിപ്രഷൻ അടിച്ചിരുന്ന് കഴിഞ്ഞാൽ സകലതും വെള്ളത്തിലാവും. അപ്പൊ അതുകൊണ്ട് അത് സ്വയം തിരിച്ചറിയാന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. ഇപ്പൊ ഡിപ്രഷൻ ആണെങ്കിൽ നമുക്ക് ഡിപ്രഷൻ ആണ് എന്ന് നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റും. മനസ്സിലായി. ഈ സാന്ദ്ര ചേച്ചിയുടെ ഏറ്റവും റൊമാൻറ്റിക് സൈഡ് എങ്ങനെയാ ചേട്ടാ? അയ്യോ, ഒട്ടും റൊമാൻറ്റിക് അല്ല. അതെന്താ ചേച്ചി, ചേട്ടൻ വല്ലാതെ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ റൊമാൻറ്റിക് മൂവീസാ കൂടുതലും കാണുന്നത്. ഈ കൊറിയൻ പൈങ്കിളിയൊക്കെ ഇല്ലേ, സഹിക്കത്തില്ല. അതെ, എന്റെ നെറ്റ്ഫ്ലിക്സിൽ എന്റെ ഐഡിയ ഒക്കെ ഇത് എടുത്ത് നോക്കിയാല് മൊത്തം കൊറിയൻ മൂവീസ് ആയിരിക്കും. നമുക്ക് വട്ടുപിടിക്കും. സജഷൻസ് വരുന്ന എല്ലാം കൊറിയൻ മൂവീസ് എനിക്ക് വരുന്നത്. അപ്പൊ ചേട്ടൻ ചോദിക്കാറുണ്ട്, ഇത്രയും റൊമാൻറ്റിക് മൂവീസ് കാണുന്നത് നിനക്ക് എങ്ങനെ അൺറൊമാൻറ്റിക് ആയിട്ട്? ഞാൻ ശരിക്കും റൊമാൻറ്റിക് ആണ്, വെളി കാണിക്കാറില്ലെന്നേ ഉള്ളൂ. ചേട്ടൻ പറഞ്ഞു ചേച്ചി ഒട്ടും റൊമാൻറ്റിക് അല്ലെന്ന്. തിരിച്ച് അങ്ങോട്ട് ചോദിക്കട്ടെ, ചേട്ടൻ എത്ര റൊമാൻറ്റിക്? ഞാൻ റൊമാൻറ്റിക് അല്ല. അല്ലേ? അത് ഞാൻ അങ്ങനെ ഈ റൊമാൻറ്റിക് പടങ്ങളൊന്നും കാണാറില്ല. ഈ റൊമാൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണല്ലോ ഈ കൂടുതൽ. ഞാൻ കൂടുതൽ ത്രില്ലറും ഈ മർഡർ മിസ്റ്ററീസ് അങ്ങനത്തെ പടങ്ങളൊക്കെ എന്റെ നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ആമസോൺ ഒക്കെ എടുത്ത് നോക്കിയാൽ കാണാം. അതിനകത്ത് വരുന്ന സജഷൻസ്. പക്ഷെ ഞാൻ അങ്ങനത്തെ പടങ്ങളെ കാണാം. ഞാൻ അങ്ങനെ റൊമാൻറ്റിക് അല്ല. ചേച്ചി എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടോ ചേട്ടാ? കുറച്ച് ഞാൻ റൊമാൻറ്റിക് ആണെന്ന് പറയും എപ്പോഴും. റൊമാൻറ്റിക് ആയിക്കൂടെ അങ്ങനെയാണെങ്കിൽ എന്നോട് ചോദിക്കും എപ്പോഴും. ഒരു ഡേറ്റ് നൈറ്റിന് കൊണ്ടുപോകണം അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ആഗ്രഹം? പക്ഷെ ഇതൊക്കെ പറയുമ്പോഴല്ലേ ചേച്ചി ഇപ്പൊ സിനിമ ഞാൻ ചെയ്യുന്നുണ്ട്, കുട്ടികളുടെ കാര്യം നോക്കുന്നുണ്ട്, ഒരു വീട് മാനേജ് ചെയ്യുന്നുണ്ട്, ഇത്രയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചേച്ചി ഈ ഫാഷനും ട്രെൻഡ്സും ഒക്കെ കറക്റ്റ് ആയിട്ട് ഫാഷനോ? അയ്യോ, കൂതറ ഫാഷൻ സെൻസാ. ഫാഷൻ സെൻസ് സംഭവം ഇല്ല, ഉള്ള കാര്യം പറയാം. ഈ ഡ്രസ് തന്നെ ഉണ്ടല്ലോ, ഇതൊരു 10 വർഷം മുമ്പുള്ളതാ. ഫാഷൻ സെൻസ് ഇല്ല. ഞാൻ പുതിയതായിട്ട് ഡ്രസ് വാങ്ങാറില്ല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആൻഡ് മാച്ച് ചെയ്തൊക്കെ എടുക്കും. ചിലപ്പോ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ചെറിയ പിശുക്കുണ്ട്. പിന്നെ വാങ്ങുമ്പോൾ എന്നാലും ഫാഷൻ സെൻസ് ഒക്കെ ഒരു എന്താ പറയാ, ഒരു പണ്ടത്തെ എനിക്ക് 80s ഫാഷൻ. ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട്. ഇപ്പൊ ഈയുടെ ചെരുപ്പ് എടുക്കാൻ പോയപ്പോഴൊക്കെ പിന്നെ നമ്മൾ കുറെ പറഞ്ഞു അവർക്ക് ഇഷ്ടപ്പെട്ട പിന്നെ ഫാഷൻ സെൻസ് എന്താണെന്നറിയോ? ബ്രാൻഡ്സ് അല്ല. എന്റെ ഫാഷൻ സെൻസ് പറയുമ്പോ കുറച്ചൊക്കെ എലിഗന്റ് ആയിരിക്കണം. എനിക്ക് നല്ല ഇത് ഓക്കെ, ഇത് ഞാൻ എപ്പോഴും ഇടണമെന്ന് പറഞ്ഞ ഉടുപ്പാ. എനിക്ക് ഇഷ്ടമുള്ള കറുപ്പ് അല്ലേ? സത്യല്ലേ? ഇല്ല, ഈ കറുത്ത ഉടുപ്പ് എപ്പോഴും ഞാൻ ഇടണമെന്ന് പറഞ്ഞല്ലേ? അല്ലല്ല, ഇത് ഞാൻ എപ്പോഴും ഞാൻ പറയുന്ന ഉടുപ്പാ. ഈ കുറച്ച് ലെങ്തി ആയിട്ടുള്ള അത് തന്നെ. ഈ സെയിം ഇത് ഞാൻ ഇടാൻ പറയുന്ന ചിലതൊക്കെ ഉണ്ടോ സഹിക്കത്തില്ല നമ്മൾ കണ്ടു. ഞാൻ ഈയിടെ പറഞ്ഞു പലാസോ പോലത്തെ പാന്റ് എടുക്ക്. ഞാൻ പറയില്ലേ, അങ്ങനത്തെ പാന്റ് എടുക്ക്, ഇങ്ങനത്തെ പാന്റ് എടുക്ക്, ഈ കളർ എടുക്ക്. അല്ല, കാശ് കൊടുക്കുന്നതിന്റെ കാര്യമല്ലല്ലോ, കാശ് എടുക്കാൻ പോകുമ്പോ പറഞ്ഞേ. ഇപ്പൊ ഞാൻ ഇതിപ്പോ എടുക്കാൻ പോകുമ്പോഴല്ല നമ്മള് സജഷൻ പറഞ്ഞേ. ഈയിടെ ചെന്നൈ പോയപ്പോ മോളിൽ പോയപ്പോ പറഞ്ഞു ഇത് പോയി എടുക്കുക, ഈ ടൈപ്പ് എടുക്കുക. എപ്പോഴും ഈ ലെഗിങ്സ് പോലത്തെ ഈ എടുത്തോണ്ട് വരും. അപ്പൊ ഞാൻ പറയും കുറച്ചൊരു ചേഞ്ചിന് മറ്റേത് എടുക്കാൻ പറയും. അപ്പോഴല്ലേ എന്റെ അടുത്ത് ഞാൻ പറഞ്ഞേ പറ സത്യം പറ അഭിപ്രായം പറയും. അതേപോലെ ഈയിടെ ഏതോ ഒരു ചെരുപ്പ് എടുത്തപ്പോ ഇത്ര കട്ടപ്പുറത്ത് നിൽക്കുന്ന പോലെ ഞാൻ ക്യാമറ എടുത്തോണ്ട് വരികയാണെങ്കിൽ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം അവിടെ ഹീൽസിന്റെ. പക്ഷെ ചേച്ചി അറിയണേന് മുന്നേ അതുകൂടെ ഞാൻ പറയട്ടെ, ഞാൻ പൊതുവെ വിചാരിച്ചിരുന്നത് ചേച്ചിയുടെ മൊത്തത്തിൽ ഒരു ധാർഷ്ട്യമുള്ള ഒരാളായിട്ടാണല്ലോ നമുക്ക് കാണുക. എന്റെ അമ്മയെ എന്തോ ഒരു ഭയങ്കര കുശിമ്പി പ്രൊഡ്യൂസർ സത്യമായിട്ട് ഞാൻ അങ്ങനെ വിചാരിച്ചു. പക്ഷെ ഓവർ ദ ഇയേഴ്സ് നമ്മളിങ്ങനെ പരിചയപ്പെട്ട് കഴിയുമ്പോഴാണല്ലോ ഓരോ ആൾക്കാരെ മനസ്സിലാക്കുക
ഈ ഒരു സാധനം എനിക്ക് ഉറപ്പാണ് ചേച്ചിയോട് ഒരു 100 പേരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ ഒരു തോന്നൽ ആദ്യം ഉണ്ടായിരുന്നു. അത് സിനിമയിൽ വന്നപ്പോഴല്ല, എന്നെ സ്കൂള് മുതലേ ഞാൻ കേൾക്കുന്നതാ. പിന്നെ സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോ അത് കൂടി. പിന്നെ സിനിമയിൽ വന്നപ്പോൾ എനിക്കത് കൊണ്ടുള്ള പ്രശ്നം എന്താന്ന് വെച്ചാല് അതുകൊണ്ട് ഞാനത് യൂസ്ഡാ. അത് ചേച്ചി സത്യത്തിൽ ചേച്ചിയുടെ ഉള്ളിൽ ഭയങ്കര ടെൻഡർ ആയിട്ടുള്ള ഒരാളാണ്. ഭയങ്കര ടെൻഡറാണെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് എന്താ പലപ്പോഴും ഞാൻ ആക്ച്വലി ഭയങ്കര ബ്രേക്ക് ഡൗൺ ആവും. ഭയങ്കരമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം അല്ലേ എനിക്ക് പ്രഷർ ഡൗൺ ആയി പോകും. ഭയങ്കരമായിട്ട് പ്രഷർ ഡൗൺ ആയി പോയി, ഛർദിക്കുകയും തലവേദന എടുക്കുകയും. ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഗോസിപ്പ് പറഞ്ഞെന്ന് പറഞ്ഞോണ്ടോ? സ്ട്രെസ് വരുമ്പോഴാണ്. ഇപ്പൊ എന്തെങ്കിലും കാര്യത്തിൽ ഒരു പ്രശ്നം വന്നു, ഒരു സിറ്റുവേഷൻ വന്നു, അപ്പൊ അത് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്കൊക്കെ പോയി കഴിയുമ്പം ഇത് വരും. ചേട്ടന് സാന്ദ്ര ചേച്ചിയിലെ ഏറ്റവും ദേഷ്യം വരുന്ന ഒരു കാര്യം എന്താ? അങ്ങനെ എല്ലാം വലിച്ചു വരിയിടും വീട്ടിൽ എല്ലാ സാധനവും. അതാണ് ഞാൻ അത്യാവശ്യം നീറ്റാട്ടോ. നല്ല നീറ്റ്. ആരാ വെക്കുന്നത്? അതെന്താന്ന് വെച്ചാൽ ഓസിഡിയാ. ചെറുതായിട്ടുണ്ട്, വലുതായിട്ടുണ്ട് OCD. ഭയങ്കര ഒരു സാധനം അവിടെ നിന്ന് ഇങ്ങോട്ട് നീങ്ങാൻ പാടില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് നീങ്ങാൻ പാടില്ല. ഈ സാധനമൊക്കെ ഇപ്പം ഈ ഒരു കുഷ്യൻ ആണെങ്കിൽ നമ്മളാണ് ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് പോകൂലേ. ഇത് അങ്ങനല്ല, ഇതിങ്ങനെ ഇങ്ങനെ 4 മൂല ഇങ്ങനെ കൂർത്തിരിക്കണം, എന്നിട്ട് ഇങ്ങനെ അനങ്ങാതെ നേരെ. അത് OCD അല്ലേ? അത് സത്യമാണ്. എനിക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. നമുക്ക് കാണുമ്പോൾ എന്നിട്ട് ബാക്കിയുള്ളവർ വൃത്തിയില്ലാന്ന് പറയാൻ പറ്റുമോ? ഞാൻ അത്യാവശ്യം നീറ്റാ. അല്ല ചേട്ടാ, അപ്പൊ ഇത് പിള്ളേരാകുമ്പോഴത്തേക്ക് ഒരിക്കലും നമുക്ക് അങ്ങനെ നമ്മൾ പിള്ളേരുടെ കാര്യം ആലോചിക്കാൻ തൊടാൻ സമ്മതിക്കത്തില്ല. അവർ അവിടെ ഇവിടെ ഒന്നും തൊടാൻ സമ്മതിക്കത്തില്ല. നോക്കി ഈ പിള്ളേരുള്ള വീട് പോകണല്ലോ എവിടെയെങ്കിലും. സത്യമാണ്, ഞാനത് ആലോചിച്ചായിരുന്നു. കാരണം ഇവർ ഇത്രയും ഹൈപ്പർ ആക്റ്റീവ്. അവർക്കറിയാം ഏതൊക്കെ സ്ഥലത്ത് എന്തൊക്കെ ചെയ്യാന്നൊക്കെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. തിരിച്ചങ്ങോട്ട് ചോദിച്ചാൽ ചേച്ചി എന്താ പറയും? അച്ഛൻ്റെ ഇഷ്ടമില്ലാത്ത സ്വഭാവം ഇത് തന്നെ. OCD എനിക്ക് ഒട്ടും OCDയുടെ ഏറ്റവും എനിക്കൊട്ടും ഇഷ്ടമില്ലാത്ത കാര്യം എന്താന്ന് വെച്ചാല് വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇരിക്കാൻ സ്വാതന്ത്ര്യമില്ല, അനങ്ങാൻ സ്വാതന്ത്ര്യമില്ല. എന്ന് വെച്ചാൽ ഞാൻ തലേ ക്ലിപ്പ് ഇടാൻ പാടില്ല, ക്ലിപ്പ് അവിടെ ഒരയും. ഇരിക്കുമ്പോ കൂർത്ത ക്ലിപ്പൊക്കെ പറയുന്നതാ, സാധാ ക്ലിപ്പ് ഒന്നും ഇടാൻ പറ്റില്ല. കാല് ഒട്ടുമല്ല, അറിയാവുന്നവർക്കറിയാം. തൊടിപ്പിക്കത്തില്ല. വണ്ടിക്കകത്ത് നമ്മൾ അടങ്ങിയിരിക്കണം. എങ്ങനെ ഇങ്ങനെ ഇരിക്കണം വണ്ടിക്കകത്ത് നമ്മൾ ഈ സൈഡിൽ തട്ടാൻ പാടില്ല, ഈ സൈഡിൽ എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ പാനിക്കാ. എന്താ എവിടെ തട്ടിയത് എന്ന് പറഞ്ഞ പാനിക്കാ. എന്താ നേരെ വണ്ടി കേറിയാ ഇവര് കിടന്നുറങ്ങിക്കോണം, അതാ ഇവരുടെ റൂള്. എന്നിട്ട് പുതപ്പ് എല്ലാം ഇട്ട് കൊടുത്തേക്ക് അതിന്റെ ഉള്ളിൽ കിടന്ന കാര്യം. എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർ എവിടെയെങ്കിലും തൊട്ടാലോ പിടിച്ചാലോ എന്തായാലും ഈ ഒന്നും വേണ്ട. ഫ്രണ്ടിലത്തെ എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാലോ ഒരു മണിക്കൂർ അച്ഛനെ കാണത്തില്ല. എന്താ നോക്കുമ്പോ എന്തായിരിക്കും അറിയോ, എപ്പോഴെങ്കിലും നമ്മൾ വണ്ടിയിൽ പോകുന്ന സമയത്ത് ആ ഫ്രണ്ടിലത്തെ മറ്റേ എന്താ സൺഷെയ്ഡ്, അവിടെ ഒരു മിററില്ലേ, ആ മിറർ ഞാനിങ്ങനെ ഒന്ന് വെച്ച് വല്ല ലിപ്സ്റ്റിക്ക് വല്ല നോക്കി കാണും. എന്നിട്ട് അടച്ചു വെച്ചിട്ട് തിരിച്ചു വെക്കൂലോ. അവിടെ എന്തെങ്കിലും ഒരു ലിപ്സ്റ്റിക്കിന്റെ പാടോ അല്ലെ കൺവെൻഷൻ എനിക്ക് കാണത്തില്ല. അച്ഛനത് കണ്ടുപിടി പിന്നെ ഒരച്ചൊരച്ച്. പിന്നെ എവിടെയെങ്കിലും പോയിട്ട് വന്നാലും ഇവിടെ കയറി വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് രാത്രി 2 മണിക്കൊക്കെ കയറി വന്നിട്ട് അപ്പൊ ഞങ്ങള് വെയിറ്റ് ചെയ്തിരിക്കുക, ഞാനും പിള്ളേരും വെയിറ്റ് ചെയ്തിരിക്കുക, ആശം വരുന്നത് നോക്കിയിരിക്കുക. നേരെ വന്ന ഉടനെ ഇവിടെ വന്ന് നോക്കി, ഇവിടെ കുഷ്യനല്ല, ഞങ്ങളെല്ലാം റെഡിയാക്കി വെച്ചേക്കുക. എല്ലാം റെഡിയാക്കി വെച്ചാലും ഒരു 1.5 മണിക്കൂറത്തെ പണിയാശന് വേറെ ഉണ്ട്. പിന്നെ ഒരച്ചൊരച്ച് അപ്പൊ ഒന്ന് ആലോചിക്കുക, ഞങ്ങൾ ഈ മോളിൽ നിന്ന് ഇങ്ങനെ രാത്രി 2 മണിക്ക് ഇരുന്ന് ഒരച്ചോണ്ടിരിക്കുന്ന ആ സിറ്റുവേഷൻ ഒന്ന് ആലോചിക്കുക. സത്യമായിട്ട് ചേട്ടാ, വേറെ ഷമ്മിയാ. അത്യാവശ്യം കണ്ടന്റ് ആയില്ലേ? ആ കണ്ടന്റിന് വേണ്ടി ചേച്ചി മനഃപൂർവ്വം അല്ലെ? നിങ്ങൾ രണ്ടുപേര് കുട്ടികളായിട്ട് വളരെ അനുവദിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഞാനിവിടെ വന്നപ്പോ ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ നോക്കിയപ്പോ ഈ കുഞ്ഞിതൊക്കെ തലയിൽ മുടിയൊക്കെ കളർ ചെയ്തൊക്കെ നടക്കുന്നത്.
ഇവിടെ വേറെ ആൾക്ക് ആ ആഗ്രഹങ്ങളില്ല, മറ്റു ചില ആഗ്രഹങ്ങളാണ്. അത്തരം കാര്യങ്ങളോടൊക്കെ ചേച്ചി ഭയങ്കര ഓപ്പൺ ആണോ? അല്ല രണ്ടുപേരും ഭയങ്കര ഓപ്പൺ ആണോ? അല്ല, തിരിച്ചു ക്വസ്റ്റ്യൻ ചെയ്യും. ഇപ്പൊ ചെയ്തോട്ടേന്ന് ചോദിക്കുമ്പോൾ വേണ്ടാന്ന് ഞാൻ പറയാണ്. അപ്പൊ അമ്മയ്ക്ക് ചെയ്യാവോ, ഞങ്ങക്ക് ചെയ്യാൻ പാടില്ലേ എന്ന് ചോദിക്കും. അപ്പൊ അത് വേണ്ടല്ലോ. ചേച്ചി കുട്ടികൾ തിരിച്ച് ചോദ്യം ചോദിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും മറ്റേ ഉത്തരം മുട്ടുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്? എനിക്കത് ഇഷ്ടമാ. ആണോ? എനിക്ക് അവര് തിരിച്ചു ചോദ്യം ചോദിക്കുന്നതാ ഇഷ്ടം. ഇവള് ഇച്ചിരി കുസൃതിയാ, എനിക്ക് അവളുടെ കുസൃതിയാ ഇഷ്ടം. ഞാൻ അവളോട് തന്നെ എപ്പോഴും പറയും, എനിക്ക് അങ്ങനെ കുസൃതി ആവുന്നതാ ഇഷ്ടം കുട്ടികൾ. അല്ലാതെ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഒരു സ്ഥലത്ത് മിണ്ടാതിരിക്കുന്ന കുട്ടികള്. ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ഓ, ഞാനതെല്ലാം കേൾക്കുന്നുണ്ട്. അങ്ങനെ മിണ്ടാതെ ഒരു സൈഡിലിരുന്ന് അല്ലെ ഫോണും കളിച്ചിരിക്കുക, അല്ലെങ്കിൽ ടിവിയും കണ്ടിരിക്കുക, അല്ലെ ഒരു മൂലയിലിരിക്കുന്ന കുട്ടികളെക്കാളും ആക്റ്റീവായിട്ട് ഓടി നടന്ന എല്ലാ കാര്യങ്ങളെയും ചോദ്യം ചെയ്ത് അങ്ങനെ നടക്കുന്ന കുട്ടികളാണ് എനിക്കിഷ്ടം. എന്നെ തിരിച്ച് ചോദ്യം ചെയ്യുന്നത് എനിക്കിഷ്ടം. എന്നെ അവള് ക്വസ്റ്റ്യൻ ചെയ്യണം. മികച്ച വിദ്യാഭ്യാസം നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ടീച്ചിങ് കാർഡ്.